ഹായ് ഹലോ ഐ എം നിഷ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ടൂളിൻ്റെയും സഹായം ഇല്ലാണ്ട് തന്നെ സാരിയുടെയും ഷാളിൻ്റെയും നമ്മുടെ അംബർല കട്ടിങ് ആയ എന്തിൻ്റെയും അരികെ നല്ല നീറ്റും തിന്നായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. കുറേ നാളെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിവിടെ ഒരു സാരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരികെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ നമ്മൾ മടക്കാനായിട്ട് രണ്ട് മടക്ക് മടിക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു മടക്ക് മാത്രം ഉള്ളിലേക്ക് മടക്കുക. ആ മടക്ക് ഒരു 1/2 ഇഞ്ചെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. തീരെ ചെറുതായി പോകരുത്. 1/4 ഇഞ്ച് പോരാ, ഒരു 1/2 ഇഞ്ചെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടി ഒരിക്കലും സ്റ്റിച്ച് ഉള്ളിലേക്ക് കയറി പോകരുത്. നമ്മുടെ സാരിയുടെ ആ മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ അതിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതേപോലെ കറക്റ്റ് അരിയത്ത് കൂടി തന്നെ പോവാം. അപ്പോൾ എന്നാലേ നമുക്കിത് ഇത്രയും തിന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രത്യേകം പറയുന്നത്. അതിൻ്റെ ആ മടക്ക് നമ്മൾ എവിടെയാണ് മടക്കിയിരിക്കുന്നത്, ആ മടക്കിൻ്റെ ആ തുമ്പത്ത് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അങ്ങനെ അരികെ മൊത്തം അടിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ മടക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള തുണിയുണ്ടല്ലോ, അത് ഫുള്ളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ആ സ്റ്റിച്ച് ചെയ്തേക്കണ അരികത്ത് കൂടി തന്നെ നമ്മൾ ഈ തുണി കട്ട് ചെയ്ത് മാറ്റണം. കൂടുതൽ തുണി നമുക്ക് ഒരിക്കലും ബാക്കി കിടക്കരുത്. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഭംഗിക്കും അത്രയും നേരിയതായിട്ട് കിട്ടില്ല. വളരെ സൂക്ഷിച്ച് തയ്യലിൽ കട്ട് വീഴരുത്. അപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ തയ്യൽ വരുന്ന ആ ഭാഗം മാത്രം മടക്കുക. അത്രയും വീതിക്ക് മാത്രം മടക്കുക. എന്നിട്ടൊന്ന് ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ ആദ്യം തുടക്കമൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതേപോലെ തന്നെ ആ സ്റ്റിച്ച് ചെയ്തേക്കണം മാത്രം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഒരിക്കലും കൂടുതലും മടക്കി കൊടുക്കരുത്. കറക്റ്റ് അത് മാത്രം മടക്കി കൊടുക്കുക. നമ്മൾ കൂടുതൽ തുണി ഇപ്പോൾ വെട്ടിക്കഴിയുമ്പോൾ ബാലൻസ് തുണി ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അതേ തിന്നായിട്ട് മടക്കി കൊടുക്കാൻ പറ്റില്ല. അതേപോലെ മടങ്ങി കിട്ടില്ല, വീതി കൂടി പോകും. അപ്പോൾ അതാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെട്ടണമെന്ന് പറയുന്നത്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ കൂടുതൽ എന്തിനും മടക്കിയിട്ട് ആദ്യം തയ്ച്ചെന്നൊരു ഡൗട്ട് ഉണ്ടാവും. കാരണം അങ്ങനെ തയ്ച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് തുണി പിടിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അംബർല കട്ടിങ്ങിനും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ടൂളിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് അംബർല സ്കേർട്ടും അംബർല ഫ്രോക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും.